പ്രേമികൾക്ക് കണ്ണിന് വിരുന്നൊരുക്കുന്ന കാഴ്ചയാണ് ചിത്രകൂട് വെള്ളച്ചാട്ടം ഒരുക്കുന്നത്. പതഞ്ഞൊഴുകുന്ന ആ ജലയാത്ര കാണുന്നത് കണ്ണുകൾക്ക് തന്നെ ഉത്സവമാണ്. ഇന്ത്യൻ നയാഗ്ര എന്ന് വിളിപ്പേരുള്ള ചിത്രകൂടിലേക്കുള്ള വഴിയും യാത്രയും ഏതൊരു സഞ്ചാരിയെയും ഹരം പിടിപ്പിക്കുന്നതാണ്. അതിമനോഹര കാഴ്ചകളുമായി സന്ദർശകരെ ആകർഷിക്കുന്ന വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടെയുള്ളത്. അരുവിയും പ്രകൃതി പണിതുണ്ടാക്കിയ ഗുഹയുമൊക്കെ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിലെ ജഗദൽപൂരിലാണ് ഈ അപൂർവ സൗന്ദര്യം കാണാൻ സാധിക്കുന്നത്. പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലമെന്ന് നിസ്സംശയം പറയാവുന്ന ധാരാളം കാഴ്ചകളുണ്ട് ഇവിടെ. വെള്ളച്ചാട്ടങ്ങളും നിബിഡവനങ്ങളും പ്രകൃതിദത്ത ഗുഹകളുമൊക്കെ ഇതിലുൾപ്പെടും. പ്രൗഢിയും പത്രാസുമൊന്നും അധികമല്ലാത്ത ശാന്തമായ നഗര കാഴ്ചകളാണ് ജഗദൽപൂരിലെ ആദ്യ ആകർഷണം. നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ മാറിയാണ് കാംഗേർ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കാംഗേർ നദി ഒഴുകുന്നത് ഇതിനുള്ളിലൂടെയാണ്. 200 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഉദ്യാനത്തിലൂടെ 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊടുംസർ ഗുഹാ കാഴ്ചകളിലേക്ക് എത്താം. സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അധികൃതർ ഏർപ്പാടാക്കിയിരിക്കുന്ന ജിപ്സിയിലാകും വനത്തിലൂടെയുള്ള യാത്ര. 1327 മീറ്റർ നീളമുള്ള ഈ പ്രകൃതിദത്ത ഗുഹയ്ക്ക് 35 മീറ്റർ ആഴമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹകളിൽ 2ാം സ്ഥാനം കൊടുംസർ ഗുഹയ്ക്കാണ്. ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനം. ചുണ്ണാമ്പുകല്ലുകളാൽ രൂപമെടുത്തിട്ടുള്ള നിരവധി രൂപങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഗുഹയുടെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് വളരുന്ന സ്റ്റാലക്ടൈറ്റ് പാറകളും ഗുഹയുടെ താഴെ നിന്നും മുകളിലേക്ക് വളരുന്ന സ്റ്റാലഗമൈറ്റ് പാറകളും ഇവിടെ കാണാവുന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഗുഹയ്ക്കുള്ളിൽ ഇത്തരം അത്ഭുതങ്ങൾ പിറവിയെടുത്തിരിക്കുന്നത്. കൊടുംസർ ഗുഹയിലെ മറ്റൊരു വിസ്മയ കാഴ്ച കണ്ണില്ലാത്ത മത്സ്യങ്ങളാണ്. ഗുഹയ്ക്കുള്ളിലൂടെ ഒഴുകുന്ന ചെറുനദിയിൽ ഈ മത്സ്യങ്ങളെ കാണാൻ സാധിക്കും. മഴക്കാലത്ത് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഗുഹയിലൂടെ ഒഴുകുന്ന നദി ഉഗ്രരൂപം പ്രാപിക്കുന്നതുകൊണ്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെ സന്ദർശകരെ അനുവദിക്കാറില്ല. കാംഗർ വാലി ദേശീയോദ്യാനത്തിൽ തന്നെയുള്ള കാംഗേർ നദിയിലാണ് തീർത്ഥഗഡ് വെള്ളച്ചാട്ടമുള്ളത്. കൊടുംസർ ഗുഹയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഏകദേശം 300 അടി ഉയരത്തിൽ നിന്നാണ് ജലം താഴേക്ക് പതിക്കുന്നത്. ആ കാഴ്ച അവർണ്ണനീയം തന്നെയാണ്. തട്ടുതട്ടുകളായാണ് ഇവിടെ ജലം താഴേക്ക് വീഴുന്നത്. വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട്. എത്തുന്ന സന്ദർശകരിൽ ഭൂരിപക്ഷവും ഇവിടെ ക്ഷേത്ര ദർശനം കൂടി നടത്തിയേ മടങ്ങാറുള്ളൂ. ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് സന്ദർശനത്തിന് ഉചിതമായ സമയം. ജഗദൽപൂരിൽ നിന്നും 38 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂട് വെള്ളച്ചാട്ടം കാണാനാകും. ഇന്ദ്രാവതി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നയാഗ്ര പോലെ കുതിരലാടത്തിന്റെ ആകൃതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വീതിയേറിയ ചിത്രകൂട് വെള്ളച്ചാട്ടവുമുള്ളത്. വർഷകാലത്ത് ഉഗ്രരൂപം പ്രാപിക്കുന്ന വെള്ളച്ചാട്ടം വേനലിൽ തീരെ ശാന്തമായാണ് താഴേക്ക് പതിക്കുന്നത്. വേനൽക്കാലങ്ങളിൽ തടാകത്തിലൂടെയുള്ള ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഛത്തീസ്ഗഡ് വിനോദസഞ്ചാര വകുപ്പിന്റെ ആഡംബര ഹോട്ടൽ ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്ക് താമസത്തിനായി ഇവിടം തിരഞ്ഞെടുക്കാവുന്നതുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.